തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ അതിപുരാതനവും പരിശുദ്ധവുമായ ഈ പരുമല ദേവാലയത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവവചനത്തിലൂടെ കടന്നു പോകുവാനായി ലഭിച്ച ഈ അവസരത്തെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം 1 വർഷം മാത്രം പിന്നിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നിന്നുകൊണ്ട് തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യ നിമിഷമായിട്ട് ഞാൻ കാണുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ പരിശുദ്ധമായ ദേവാലയം മലങ്കര സഭയുടെ മാത്രം സ്വന്തമായിട്ടുള്ളതാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. നാനാജാതി മതസ്ഥരായ ആളുകളുടെ ആശാകേന്ദ്രവും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആ പരുമലയിലേക്കൊന്ന് കടന്നു ചെന്ന് ആ പരുമലയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ കബറിങ്കിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിന് വലിയ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നത് നാം അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഈ കബറിങ്കൽ ആളുകൾ അനേകർ കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ആ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ദിവസത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വേദഭാഗം എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് ഞാനതൊന്ന് വായിക്കുകയാണ്. യേശുതമ്പുരാൻ ഗന്നസറേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ യേശുതമ്പുരാൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടമകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെയും മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുതമ്പുരാന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അബന്ധം തന്നെ. യേശുതമ്പുരാൻ ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് യേശുതമ്പുരാനെ അനുഗമിച്ചു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ അനുദിന വേദവായനയിലും നമ്മുടെ ധ്യാനചിന്തകളിലുമൊക്കെ നാം ഒരുപാട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതായ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, ഒരു സാഹചര്യമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഒരുപാട് പ്രസംഗങ്ങളും പഠനങ്ങളുമൊക്കെ നാം കേട്ടിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ വെള്ളിയാഴ്ചയുടെ ഈ സമയത്ത് നമുക്കൊരുമിച്ച് ഒരിക്കൽ കൂടി ഈ വേദഭാഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. കൺവെൻഷൻ പ്രസംഗങ്ങളിൽ നിന്ന് ധ്യാന പ്രസംഗത്തിൻ്റെ വ്യത്യാസം നമുക്കറിയാം. ധ്യാനകർത്താവും ശ്രോതാക്കളും ഒരുപോലെ ദൈവവചനത്തെ മനനം ചെയ്യുന്ന, പഠിക്കുന്ന അനുഭവമാണ് ധ്യാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ധ്യാനമെടുക്കുന്ന എനിക്കും ഇത് കേൾക്കുന്നതായ നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവവചനത്തിൻ്റെ ഏടുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ ദൈവീക പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശുതമ്പുരാൻ ഗന്നസറേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു.
4 സുവിശേഷങ്ങളിൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ മാത്രം പ്രതിപാദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ 4 സുവിശേഷങ്ങളിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പല സ്ഥലങ്ങളും നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്രകാരം നാം ഇപ്പോൾ കേട്ടതായ ഗന്നസരേത്ത് തടാകം എന്ന് പറയുന്നതായ ആ തടാകം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്ന ഗലീല കടലും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന തിബരിയോസ് കടലും, ഇത് മൂന്നും ഒന്ന് തന്നെയെന്നാണ് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഗന്നസരേത്ത് തടാകവും ഗലീല കടലും തിബരിയോസ് കടലും ഒന്ന് തന്നെയാണ് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ഈ വേദഭാഗത്ത് ഗന്നസരേത്ത് തടാകത്തിന്റെ കടൽക്കരയിൽ കർത്താവ് നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കണം എന്ന അതിയായ ആഗ്രഹത്തോടെ ഈ മലയാളം വേദപുസ്തകത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവവചനം കേൾക്കേണ്ടതിന് വലിയ പുരുഷാരം യേശു തമ്പുരാനെ തിക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള ഡിക്ഷണറിയിൽ നാം കാണുമ്പോൾ തിക്കിക്കൊണ്ടിരിക്കുക എന്ന വാക്കിന് നൽകുന്നതായ മറ്റർത്ഥങ്ങൾ വലിയ ആഗ്രഹത്തോടെ ദൈവവചനം കേൾക്കണം എന്നതായ വലിയ ആത്മീയ ദാഹത്തോടെ ക്രിസ്തുവിന്റെ പിന്നാലെ പായുന്ന ഒരു ജനസമൂഹത്തെയാണ് ഈ തിരുവചനം നമ്മുടെ മുമ്പിൽ സാക്ഷിക്കുന്നത്. കാലങ്ങൾ മാറി ഇന്നും ദൈവവചനം കേൾക്കുവാൻ ആത്മീയ ദാഹത്തോടെ കടന്നു വരുന്ന ദൈവമക്കളുടെ എണ്ണം ഒട്ടും കുറവല്ല. അതുകൊണ്ടാണ് സുവിശേഷ യോഗങ്ങളോ അല്ലെങ്കിൽ ധ്യാന ചിന്തകൾക്കായി അനേകർ കടന്നു വരുന്നത്. ഈ മാറ്റമില്ലാത്ത ലോകത്തിന്റെ സമാധാനങ്ങൾക്കൊക്കെ അപ്പുറമായ ദൈവിക സമാധാനം നൽകുന്ന മാറ്റമില്ലാത്ത ഈ വചനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വരുവാൻ വേണ്ടിയാണ് ദൈവവചനം കേൾക്കുവാനായി തങ്ങളുടെ ജീവിതത്തിന്റെ ലഭിക്കുന്നതായ നിമിഷങ്ങളെ എല്ലാവരും അത് ഉപയോഗിക്കുന്നത്. അപ്രകാരം ഈ വേദഭാഗത്ത് ഗന്നസരേത്ത് തടാകത്തിന്റെ കടൽക്കരയിലൂടെ കർത്താവ് നിൽക്കുമ്പോൾ ദൈവവചനം കേൾക്കണമെന്ന ആഗ്രഹത്തോടെ അനേക ആളുകൾ യേശു തമ്പുരാന്റെ പിന്നാലെ കടന്നു ചെല്ലുമ്പോൾ ആ കടൽ തീരത്ത് 2 പടക് കിടക്കുന്നതായി 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിൽ ശീമോനുള്ളതായ ഒരു പടകിൽ കർത്താവ് കയറി എന്നാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇന്ന് ഈ അധ്യായത്തിന്റെ ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 2 പടകുകളിൽ എന്തുകൊണ്ടാണ് കർത്താവ് ശീമോൻ പത്രോസിന്റെ പടകിൽ കയറുവാനുള്ള കാരണമെന്നും ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ വേദഭാഗത്തിലൂടെ നാം ഒരുമിച്ച് മനനം ചെയ്യുവാൻ ചിന്തിക്കുവാനായി പോകുന്നത്. 2 പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു തമ്പുരാൻ കയറി അതല്പം നീക്കണമെന്ന് ശീമോൻ പത്രോസിനോട് പറഞ്ഞു. ശീമോൻ പത്രോസിന്റെ പടകിന്റെ 1-ാമത്തെ പ്രത്യേകതയായി നാം കാണുന്നത് അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ശീമോൻ പത്രോസ് തയ്യാറായി എന്നുള്ളതാണ്. ശീമോൻ പത്രോസിന്റെ പടകിന്റെ 1-ാമത്തെ പ്രത്യേകതയായി നാം കാണുന്നത് അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറായ ശീമോൻ പത്രോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഈ പരിശുദ്ധമായ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് പരിശുദ്ധന്മാരായ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ നാമധേയത്തിലാണ്. ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു തമ്പുരാന്റെ ശിഷ്യനായ പത്രോസ് ലീഹായുടെ അനുഭവത്തിന് മുമ്പായിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുക്കുവനായ ഒരു ശീമോൻ എന്ന വ്യക്തിയിലൂടെയാണ് ഈ തിരുവചനം ആരംഭിക്കുന്നത്. ഈ വേദഭാഗത്തിന്റെ മുഴുവനായ സാരാംശം നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിലേക്ക് ശിഷ്യന്മാരെ സഹായത്തിനായിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നതായ ഒരു ചിന്തയാണ് ഈ വേദഭാഗത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു അർത്ഥം. അത്തരത്തിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുഖുവനായ ഈ ശീമോൻ പത്രോസ്, ആ ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകതയാണ് നാം ചിന്തിക്കുന്നത്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകത അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായി എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് വലിയ കാര്യമൊന്നുമല്ല എന്ന് നാം ഒരു പക്ഷേ മാനുഷികമായി ചിന്തിച്ചേക്കാം. എന്നാൽ ഈ വേദഭാഗത്തിലെ ആഴങ്ങളിലേക്കൊക്കെ നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ശീമോൻ പത്രോസ് പറയുന്നുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത നിരാശയുടെയും പ്രയാസത്തിൻ്റെയും അവലാദികളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനോട് പറയുന്നത്, നിന്റെ പടക് അല്പമൊന്ന് നീക്കണമെന്ന് പറയുന്നത്. യാതൊരു പ്രയാസവും കൂടാതെ, യാതൊരു മടിയും കൂടാതെ തൻ്റെ പടകിനെ യേശുക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു വ്യക്തിത്വത്തെയാണ് നാം ഈ വേദഭാഗത്തിലൂടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ
പ്രയാസങ്ങളിലെയും പ്രതിസന്ധികളിലെയും മധ്യത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതമാകുന്ന പടകിനെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ദൈവഹിതം നടപ്പാക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളെ വിട്ടുകൊടുക്കാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശീമോൻ പത്രോസിന്റെ പടക് ഈ വേദഭാഗത്ത് പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ടാണ്. നമ്മുടെ വ്യക്തി ജീവിതമാകാം, നമ്മുടെ കുടുംബ ജീവിതമാകാം, നമ്മുടെ ആത്മീയ ജീവിതമാകാം, സാമൂഹിക ജീവിതമാകാം. നമ്മളുടെ ജീവിതത്തെ ശീമോൻ പത്രോസിന്റെ പടകുമായി ഒന്ന് ബന്ധിപ്പിക്കുമ്പോൾ നിരാശയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നിൽക്കുമ്പോഴും ശീമോൻ പത്രോസ് യാതൊന്നും അടുത്തു പറയാതെ ക്രിസ്തുവിന് വേണ്ടി തൻ്റെ പടകിനെ വിട്ടുകൊടുത്തു എന്നതാണ് വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടത്. നമ്മുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും നിരാശകളുടെയും പ്രതിസന്ധികളിലേക്ക് നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവമേ, എൻ്റെ ജീവിതത്തെ നിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നീ ഒന്ന് കയറുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി വിട്ടു തന്നിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് ഈ പരിശുദ്ധമായ ആലയത്തിൽ ഇരുന്നുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കണം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ പല ഭവനങ്ങളിലും വാതിലിൽ മുട്ടുന്ന ഒരു നല്ല ഇടയന്റെ ചിത്രം പല ഭവനങ്ങളിലും ആലേഖനം ചെയ്ത് കണ്ടിട്ടുണ്ട്. വലിയ ആഴമേറിയ അർത്ഥമാണ് ആ ചിത്രം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് തോന്നാറുണ്ട്, വാതിലിൽ മുട്ടുന്ന കർത്താവിന് തീർച്ചയായിട്ടും വാതിൽ തുറന്ന് ആ ഭവനത്തിലേക്ക് കയറുവാൻ യാതൊരു പ്രയാസവുമില്ല. എന്നാൽ അവിടെയാണ് ആ വാതിൽ തുറക്കുവാനുള്ളതായ അവകാശം, സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിലെ വാതിലുകൾ ദൈവത്തിന് മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മളുടെ ഹൃദയമാകുന്ന വാതിലുകൾ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോവുകയാണ്. ഈ വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. രണ്ട് കാര്യങ്ങൾ. ദൈവത്തോടൊപ്പം അത്താഴം കഴിക്കാനുള്ള ആ സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഞാനും നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, എന്ത് ചെയ്യണം? ആദ്യമായി ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേട്ടാൽ മാത്രം പോരാ, പിന്നീട് പറയുന്നത് എന്തുവാ? വാതിൽ തുറന്നു കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അത്താഴം കഴിക്കുന്ന വലിയ സ്വർഗീയമായ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവവചനത്തെ കേൾക്കുവാൻ സാധിക്കണം. ആ ദൈവവചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, ആ ദൈവവചനം കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളിലെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനും, കഴിഞ്ഞകാല എൻ്റെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവവചന കേൾവി കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ വെളിപാട് പുസ്തകം നമ്മോട് സംസാരിക്കുന്നത് അത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഹൃദയമാകുന്ന വാതിലുകൾ, നമ്മുടെ ഭവനത്തിൻ്റെ അടയ്ക്കപ്പെട്ടതായ വാതിലുകൾ മറ്റെല്ലാവർക്കും വേണ്ടി ഞാനും നിങ്ങളും തുറന്നു കൊടുക്കുമ്പോൾ ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനായി, ദൈവഹിതം നടപ്പാകുവാൻ തക്കവണ്ണം തുറന്നു കൊടുക്കാറുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളുടെയൊക്കെ മാനുഷികമായ ജീവിത സാഹചര്യങ്ങളിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ മാനുഷികമായി ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കടന്നു വരുന്നത്? ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ദേവാലയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, വലിയ തെറ്റുകളോ ഒന്നും ചെയ്യാതെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകുന്നു? എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നീ എവിടെയാണ് എന്ന് ഒരു നിമിഷമെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും പഴി പറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമാണ്. ആ 11-ാം അധ്യായത്തിൽ നാം കാണുന്ന സാഹചര്യം, യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനായ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ്. അത് ആരെക്കുറിച്ചാണ്? ലാസറിന്റെ മരണവും തുടർന്നുള്ളതായ സംഭവമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നത്.
ആ 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശു മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിനെയും സ്നേഹിച്ചു. ആ അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നു, യേശുവിൻ്റെ സഹോദരനായ, യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും യേശു ക്രിസ്തു താനായിരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. മലയാള വേദപുസ്തകത്തിൽ പറയുന്നത്, തൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും, എന്നിട്ടും എന്നുള്ളൊരു വാക്കോട് കൂടിയാണ് അവിടെ പറയുന്നത്. എന്നിട്ടും യേശു ക്രിസ്തു എന്തു ചെയ്തു? 2 ദിവസം കൂടെ താൻ ആയിരുന്ന ആ ഭവനത്തിൽ, ആ പ്രദേശത്ത് ആയിരുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം വായിക്കുമ്പോൾ മാനുഷികമായ നമ്മളുടെ ചിന്തകളിൽ നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്, ക്രിസ്തു ചെയ്തത് അതൊട്ടും ശരിയായില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളുടെ ചാർച്ചക്കാർക്ക്, നമ്മുടെ സ്നേഹിതർക്ക്, നമ്മുടെ ഒരു സുഹൃത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായെന്നറിഞ്ഞിട്ടും 2 ദിവസമോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് നാം അതിൻ്റെ അന്വേഷണത്തിലേക്ക് അവിടേക്ക് പോകുന്നുവെങ്കിൽ അതൊട്ടും ശരിയായില്ല എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തൻ്റെ സ്നേഹിതനായ ലാസർ ദീനമായി കിടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും ക്രിസ്തു 2 ദിവസം കൂടെ ആ ഭവനത്തിൽ പാർത്തു. നാം ചിന്തിക്കുന്നത് പോലെ അതേ മാനുഷികമായി ചിന്തിച്ചുകൊണ്ടാണ് 20-ാം വാക്യത്തിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന കർത്താവിനെ സ്വീകരിക്കുവാൻ ഓടി വരുന്ന ലാസറിന്റെ സഹോദരി മാർത്ത ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 20-ാം വാക്യത്തിൽ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതിന് മറ്റൊരു വശം എന്തുവാ മാർത്ത പറയുന്നത്? കർത്താവേ, നീ വരാൻ അല്പം താമസിച്ചു പോയി. കർത്താവേ, നീ ഭവനത്തിലേക്ക് വരുവാൻ അല്പം താമസിച്ചു പോയി. ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങളുണ്ടായി, നീ ഇതൊന്നും അറിഞ്ഞില്ല, നീ കടന്നു വന്നത് അല്പം താമസിച്ചാണ് എന്ന് മാനുഷികമായി ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് പോലെ ലാസറിന്റെ സഹോദരി കർത്താവിന്റെ മുൻപാകെ പഴി പറയുകയാണ്. കർത്താവ് പറയുന്നുണ്ട് തുടർന്നുള്ള വാക്യത്തിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, പലപ്പോഴും വിശുദ്ധ വേദപുസ്തകങ്ങളിൽ അനേക ആളുകളുടെ ജീവിതം നാം പഠിക്കുന്നുവെങ്കിലും ഈ മാർത്തയെ പോലെയാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ പലപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട്, മാർത്തയെ പോലെ, കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ അല്പം താമസിച്ചു പോയി. നീ യഥാർത്ഥമായി എന്നോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് സംഭവിക്കുകയില്ലായിരുന്നു. മറിച്ച് കർത്താവ് നമ്മളോട് പറയുന്നൊരു വാക്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രിയമുള്ളവരെ, ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകതയായി നാം കാണുന്നത് അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായ ശീമോൻ പത്രോസിനെയാണ് നാം ഇവിടെ കാണുന്നത്. ക്രിസ്തുവിന് വേണ്ടി നിരാശകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു. തൻ്റെ കുടുംബത്തിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ലഭിക്കേണ്ട മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയോടെ നിൽക്കുന്ന ശീമോൻ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ പടകിനെ നീക്കിടുവാന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞാൻ ക്ഷീണിച്ച് ഇരിക്കുകയാണെന്ന് മറുപടി പറയാതെ ക്രിസ്തുവിന് വേണ്ടി, ദൈവീക പ്രവർത്തനങ്ങളുടെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ പടകിനെ ശീമോൻ പത്രോസ് വിട്ടുകൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. നമ്മുടെ ജീവിതയാത്രകളിൽ ക്രിസ്തുവിന് പ്രവർത്തിക്കുവാനായി നാം നമ്മുടെ ജീവിതത്തെ ദൈവം മുമ്പാകെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, വേഗതയുള്ള നൂറ്റാണ്ടാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് 5 മിനിറ്റിനുണ്ടായിരുന്ന ദൈർഘ്യം ഇന്നും അതേ തന്നെയാണെങ്കിലും 10 വർഷങ്ങൾക്ക് മുൻപ് 5 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാവുന്നതിനൊക്കെ അപ്പുറമാണ് 2013 അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നാം നേടിയെടുക്കുന്നത്. ഇന്റർനെറ്റുകളിലെയും മറ്റ് അനവധിയായ കണ്ടുപിടുത്തങ്ങളിലൊക്കെ സഹായത്താൽ മനുഷ്യൻ ഇന്ന് അതിവേഗം ഓടുകയാണ്. നമ്മളെ ഭരിക്കുന്ന സർക്കാരിൻ്റെ വാചകം പോലും അതിവേഗം ബഹുദൂരം എന്നുള്ളതാണ് ഇന്ന്. അതുകൊണ്ട് പലപ്പോഴും ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇന്ന് എന്തിനേയും വളരെ വേഗതയിൽ കാണണമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ദൈവത്തെ പോലും ഞാനും നിങ്ങളും ഒരുപക്ഷെങ്കിൽ ദൈവീക പ്രവർത്തനങ്ങളും അതിവേഗം തന്നെ ആയിരിക്കണമെന്ന് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇന്ന് അതിവേഗം ഓടുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ സമാധാനങ്ങളും ജീവിതത്തിൻ്റെ നല്ല നല്ല ഗുണങ്ങളും പലപ്പോഴും കൈമോശം വരികയാണ്. മൈലുകൾക്കപ്പുറത്തുള്ള സഹോദരനോട് ഇന്റർനെറ്റിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ സ്നേഹ സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ മതിലുകൾക്കപ്പുറത്തുള്ള സഹോദരനെ കാണുവാനെ കൊണ്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ്.
മൈലുകൾക്കപ്പുറത്തുള്ള സഹോദരനോട് നമുക്ക് സ്നേഹബന്ധം പുലർത്തുവാൻ ഇന്ന് നമുക്ക് മാധ്യമങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മതിലുകൾക്കപ്പുറത്തുള്ള സഹോദരനെ പലപ്പോഴും കാണുവാനോ സംസാരിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. നാം അതിവേഗം ഇങ്ങനെ ഓടുമ്പോൾ, എന്തിനേ നേടിയെടുക്കണമെന്നുള്ള ആവേശത്തോടെ ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതായ പല കാര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങളിലെയും പ്രതിസന്ധികളിലെയും മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഒന്ന് കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലായി പത്രമാധ്യമങ്ങളിലെ വളരെ ചർച്ചാ വിഷയമാണ് കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ശ്രീശാന്തിൻ്റെ ജീവിതാനുഭവം. ആ ചെറുപ്പക്കാരന് ആ പ്രായത്തിൽ നേടാവുന്നതിൻ്റെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചതായ കഴിവുകളാൽ നേടുകയുണ്ടായി. എന്നാൽ കളിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്നതോടൊപ്പം അതിവേഗം കുറച്ചുകൂടി ഉണ്ടാക്കുവാൻ മനസ്സൊന്ന് ചാഞ്ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം ഇന്ന് നഷ്ടപ്പെട്ട് ചാനലുകളിൽ കണ്ണുനീരോടെ നിൽക്കുന്ന അമ്മയുടെയും അപ്പൻ്റെയും ചിത്രങ്ങളാണ് ഞാനും നിങ്ങളും കാണുന്നത്. ഈ നൂറ്റാണ്ട് വേഗതയുടെ നൂറ്റാണ്ടായി ഇന്ന് പരിണമിക്കുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്ന സന്ദേശം എന്തിനേയും അതിവേഗം പിടിച്ചടക്കണം എന്നുള്ള ആവേശത്തോടെ ഞാൻ നിങ്ങൾ മുന്നേറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമാധാനങ്ങളും ജീവിതത്തിൽ നിന്ന് നല്ല നല്ല മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്ന് ഒന്ന് ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ രാത്രി മുഴുവനും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയോടെ നിൽക്കുന്ന മുക്കുവനായ ശീമോൻ പത്രോസ് അതിവേഗത്തിലുള്ള യാത്രയ്ക്കായി ഭവനത്തിലേക്ക് പോകുന്നില്ല. ദൈവവചനം കേൾക്കുവാനും ആ ദൈവത്തിന് വേണ്ടി തൻ്റെ പടകിനെ, ചെറുതല്ലാത്തൊരു ഉപകാരമെന്ന നിലയിൽ തൻ്റെ പടകിനെ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ശീമോൻ പത്രോസ് തയ്യാറാകുന്നു. ഒന്നാമതായി ശീമോൻ പത്രോസിൻ്റെ പടകിൻ്റെ പ്രത്യേകതയായി നാം കണ്ടത് അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. ശീമോൻ പത്രോസിൻ്റെ പടകും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ, ദൈവമേ, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും എൻ്റെ ജീവിതത്തെ നിനക്ക് വേണ്ടി ഒന്ന് തുറന്നു തരുവാൻ, നിനക്ക് വേണ്ടി ഒന്ന് വിട്ടുതരുവാൻ ഞാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായി ശീമോൻ പത്രോസിൻ്റെ പടകിൻ്റെ പ്രത്യേകതയായി നാം കാണുന്നത്, ശീമോൻ പത്രോസിൻ്റെ പടകിൽ കയറിയ കർത്താവ് അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ ഇരുന്നുകൊണ്ട് ശീമോൻ പത്രോസിൻ്റെ പടകിലിരുന്നു കൊണ്ട് പുരുഷാരത്തെ ഉപദേശിക്കുകയാണ്. ശീമോൻ പത്രോസിൻ്റെ പടകിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി ഞാൻ പറയും, ശീമോൻ പത്രോസ് തൻ്റെ പടകിനെ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയും വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ കൂടി തൻ്റെ പടകിനെ ശീമോൻ പത്രോസ് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ശീമോൻ പത്രോസിൻ്റെ പടകിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായി ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. ഒന്നാമതായി ക്രിസ്തുവിന് വേണ്ടി തൻ്റെ പടകിനെ വിട്ടുകൊടുത്ത ശീമോൻ പത്രോസ്, രണ്ടാമതായി നാം കാണുന്നത് ആ ശീമോൻ പത്രോസ് വിട്ടുകൊടുത്ത ക്രിസ്തുവിന് വേണ്ടി കൊടുത്തതായ പടക് ശീമോൻ പത്രോസിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ ശീമോൻ പത്രോസ് തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ശീമോൻ പത്രോസിനെ കുറിച്ച് നാം ആഴമായി മനസ്സിലാക്കുമ്പോൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അധ്വാനത്തിൻ്റെ ആ വലിയ പ്രയാസ നിമിഷങ്ങളിൽ നിൽക്കുമ്പോൾ, അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിന്നതായ ആ അവസരത്തിൽ അവിടെ കൂടി വന്നിരിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി, അവരുടെ ഉപകാരത്തിന് വേണ്ടി തൻ്റെ പടകിനെ ശീമോൻ പത്രോസ് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിൽ നമുക്ക് നൽകുന്നതായ എല്ലാ അനുഗ്രഹങ്ങളുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി, ഒരു നിമിഷം മറ്റുള്ളവൻ്റെ ഉപകാരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനെ കൊണ്ട് ഞാനും നിങ്ങളും തയ്യാറാകുന്നുണ്ടോ എന്ന് ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശീമോൻ പത്രോസ് തൻ്റെ ഉള്ള അവസ്ഥയിലല്ല, തൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥയിലല്ല, മറിച്ച് ഭവനത്തിൽ ഒന്നും ലഭിക്കാതെ നിരാശയോടെ പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ശീമോൻ പത്രോസാണ് തൻ്റെ പടക് മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തയ്യാറായത്. ഞാനും നിങ്ങളും ദൈവം നമുക്ക് നൽകുന്നതായ സമ്പത്തായാലും സമയമായാലും അതെന്തൊക്കെയായാലും അതിൻ്റെ ഒരു അംശം മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, നൽകുവാനെ കൊണ്ട് തയ്യാറാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് പറയപ്പെട്ടതായ സമയങ്ങളിൽ മാത്രം ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്.
അതിൽ നിന്ന് അല്പം കൂടി അധികമായി മറ്റുള്ളവരുടെ സഹോദരന് പ്രയോജനകരമായി തീരുമെങ്കിൽ അത് ചെയ്യുവാനെ കൊണ്ട് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും മടിയാണ്. ഇവിടെ ശീമോൻ പത്രോസ് നമുക്ക് നൽകുന്നതായ സന്ദേശം, ശീമോൻ പത്രോസിന്റെ പടക് നമുക്ക് നൽകുന്നതായ സന്ദേശം മറ്റൊന്നുമല്ല, പ്രയാസങ്ങളിലെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലും സഹോദരന്റെ പ്രയാസങ്ങളെയും സഹോദരന് ഉപകാരമായി തീരുവാൻ വേണ്ടി തൻ്റെ പടകിനെ വിട്ടുകൊടുക്കുന്നതായ ശീമോൻ പത്രോസിനെയാണ് നാം കാണുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്നതായ, കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ ഉപദേശവും മറ്റൊന്നുമല്ല, സ്വന്തമായി എന്തും നേടിയെടുക്കുക, മറ്റുള്ളവന്റെ പ്രയാസത്തെ കാണേണ്ട കാര്യമില്ല, നിനക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് നാം ഇന്ന് നൽകുന്നതായ സന്ദേശം. ചുറ്റുപാടുകൾ നമുക്ക് നൽകുന്ന സന്ദേശവും മറ്റൊന്നുമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് താഴുവാനോ എൻ്റെ ലാഭത്തിനെ ഒന്നല്പം മറ്റുള്ളവന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുവാനോ നിർഭാഗ്യവശാൽ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഈ പ്രയാസങ്ങളിലെയും പ്രതിസന്ധികളുടെ മധ്യത്തിലും ശീമോൻ പത്രോസ് തൻ്റെ പ്രയോജനത്തിന് വേണ്ടി അല്ലെങ്കിൽ പോലും സഹോദരന്റെ പ്രയോജനത്തിന് വേണ്ടി തൻ്റെ പടകിനെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഈ സമൂഹത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് പത്രമാധ്യമങ്ങളിൽ അനേക അപകട മരണങ്ങൾ നാം കാണുന്നുണ്ട്. പലപ്പോഴും നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ വേഗത്തിൽ ഞാനും നിങ്ങളുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ സഹോദരന്റെ വേദനകളോ പ്രയാസങ്ങളോ കാണുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുകയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലയാള മനോരമയിൽ വന്നു, ഞായറാഴ്ച ആരാധനയ്ക്കായി പോയ 2 സ്ത്രീകൾ. അവർ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ട ഒരാളെ കണ്ടുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്നത് പോലും മാറ്റിവെച്ചുകൊണ്ട് ആ സഹോദരനെ രക്ഷിച്ചതായിട്ട് നാം പത്രങ്ങളിലൂടെ കണ്ടു. ഇന്ന് അതൊക്കെ വലിയ മാതൃകകളാണ്. കാരണം ഇന്ന് സമൂഹം മറ്റുള്ളവന്റെ പ്രയാസങ്ങളിലേക്കോ മറ്റുള്ളവന്റെ ആപത്ത് ഘട്ടങ്ങളിലേക്കോ കടന്നു ചെല്ലണമെന്ന് നമ്മളോട് പറയാറില്ല. അതുകൊണ്ട് അതിവേഗം സഞ്ചരിക്കുന്ന നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കാണുവാൻ ഒരു നിമിഷം പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി, എൻ്റെ സഹോദരന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ എനിക്കെന്ത് ലാഭമുണ്ട് എന്നുള്ളതാണ് ആദ്യമായി നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദ സൈലന്റ് റൈച്ചസ് മാൻ എന്ന് പറയുന്ന ഒരു പിതാവിനെ കുറിച്ച് നാം പഠിക്കുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കർത്താവിൻ്റെ വളർത്തച്ഛനായ യോസേഫ് പിതാവ്. ആ യോസേഫ് പിതാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ ചുരുങ്ങിയ അധ്യായങ്ങളിൽ മാത്രമേ നാം ആ പിതാവിനെ കുറിച്ച് കാണുന്നുള്ളൂ. നസറേത്തിലെ തിരുകുടുംബത്തിന്റെ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് തനിക്ക് വിവാഹ നിശ്ചയം പറഞ്ഞിരുന്നതായ കന്യകയായ യുവതിയിൽ ഒരു മകൻ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഗർഭവതിയായി എന്നറിഞ്ഞിട്ടും തനിക്ക് സമൂഹം നൽകുന്നതായ, തനിക്ക് യാതൊരു നേട്ടമുണ്ടാകാത്ത ആ കാര്യത്തിൽ ആ യുവതിയെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം തയ്യാറായ ഒരു പിതാവിനെ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. തനിക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കാതെ തനിക്ക് സമൂഹത്തിൽ മറ്റേതായ പ്രയാസങ്ങളൊക്കെ മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കന്യകയായ യുവതിയെ സംരക്ഷിക്കുന്ന യോസേഫ് പിതാവിനെ നാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരമന തിരുമേനിയുടെ കബറിടത്തിൽ വന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് ഈ ലോകത്തിൽ എന്ത് നേട്ടമുണ്ടാകും, പാവപ്പെട്ടവരെ സഹായിച്ചാൽ, മറ്റു പ്രയാസത്തിലിരിക്കുന്നവരെ സഹായിച്ചാൽ എനിക്കെന്ത് നേട്ടം എന്നതായ ഈ കാലഘട്ടത്തിന്റെ ചിന്ത പരിശുദ്ധനായ പരമന തിരുമേനിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പരിശുദ്ധനായ പരമന തിരുമേനിയുടെ ജീവചരിത്രമൊക്കെ നാം വായിക്കുമ്പോൾ ആ പിതാവിനും കൂടെയുള്ളവർക്കും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയുള്ള ഭക്ഷണം പോലും ആഹാരം കഴിക്കാത്ത ആരെങ്കിലും ഇവിടെ കടന്നു വന്നാൽ അവർക്ക് നൽകുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. വസൂരി മറ്റ് വലിയ വലിയ അപകടകരമായ രോഗങ്ങളുള്ള പ്രദേശത്തേക്ക് യാതൊരു മടിയും കൂടാതെ കടന്നു ചെന്ന ഒരു പിതാവാണ് പരിശുദ്ധനായ പരമന തിരുമേനി. എനിക്ക് എന്ത് നേട്ടം എന്നതായ ഈ കാലഘട്ടത്തിന്റെ ചിന്ത ആ പിതാവിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ പരിശുദ്ധ പിതാവിന്റെ കബറിടത്തിൽ വന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പരമന തിരുമേനിയുടെ മധ്യസ്ഥതയ്ക്കായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വിസ്മരിച്ചു പോകേണ്ട ഒരു കാര്യമുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരന്റെ, സഹോദരിയുടെ, നമ്മുടെ ചാർച്ചക്കാരന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ ലഭിക്കുന്നതായ ചെറിയ നിമിഷങ്ങളെങ്കിലും നമുക്ക് പ്രവർത്തിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. ശീമോൻ പത്രോസിന്റെ പടകിന്റെ രണ്ടാമത്തെ പ്രത്യേകതയായി നാം ചിന്തിച്ചത്, അത് ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് നാം ചിന്തിച്ചപ്പോൾ രണ്ടാമതായി നാം കണ്ടത്, ശീമോൻ പത്രോസ് തൻ്റെ പടക് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്.
മൂന്നാമതായി ഈ വേദഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകതയായി നാം മൂന്നാമതായി കാണുന്നത് അത് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. ശീമോൻ പത്രോസിന്റെ പടക് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. ഈ വേദഭാഗം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനോട് പറയുന്നുണ്ട്, നീ ആഴത്തിലേക്ക് വലയിറക്കുവേൻ. ക്രിസ്തുവിനെ അനുസരിക്കുന്ന ശീമോൻ പത്രോസിനെ കുറിച്ച് പറയുവാനുള്ള കാരണം തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്, ശീമോൻ പത്രോസ് വിദഗ്ധനായ ഒരു മുക്കുവനായിരുന്നു. വിദഗ്ധനായ ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം കടലിന്റെ സകല ഭാവങ്ങളും മത്സ്യത്തിന്റെ ലഭ്യതയും അത് എവിടെ ലഭിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്നയാളാണ് വിദഗ്ധനായ ഒരു മുക്കുവൻ. നമുക്കറിയാം, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുവാനായി നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകന് ഒരു ഭാവമുണ്ട്. വേഗതയിൽ ഒരു വാഹനം വന്നാൽ എങ്ങനെ അതിനെ നിയന്ത്രിക്കണമെന്ന് തനിക്കറിയാം എന്നതായ ഒരു ഭാവം അവരിലുണ്ട്. അതുപോലെ ഏത് മേഖലയിലും ആ സ്ഥാനത്തിരിക്കുന്നവരുടെ ഭാവം, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ്. ഇവിടെ മുക്കുവനായ ശീമോൻ പത്രോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ തന്റെ പ്രയാസം മാത്രം പറഞ്ഞുകൊണ്ട് നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറയുന്ന ശീമോൻ പത്രോസിനെയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ഈ വേദഭാഗത്തിന്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അത് ധ്യാനാത്മകമായി നാം വായിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യം അവസാനിക്കുന്നു, അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോൻ പത്രോസിനോട്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ആഴമായി നാം ഒന്ന് പഠിക്കണം. ശീമോൻ പത്രോസിന്റെ പടകിലിരുന്നു കൊണ്ട് കർത്താവ് ജനക്കൂട്ടത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്ന ഉടൻ ശീമോൻ പത്രോസിനോട് പറഞ്ഞതാണ്, എന്തു ആഴത്തിലേക്ക് നീ വലയിറക്കുവേനെന്ന്. പ്രിയമുള്ളവരെ, ആഴമായി വേദഭാഗം പഠിക്കുമ്പോൾ ശീമോൻ പത്രോസ് ആ പടകിലിരുന്നു കൊണ്ട് നാം ഒന്ന് ചിന്തിച്ചാൽ, ശീമോൻ പത്രോസ് ക്രിസ്തുവിന് വേണ്ടി തന്റെ പടകിനെ വിട്ടുകൊടുത്തു എങ്കിൽ തന്നെയും ആ പടകിലിരുന്നു കൊണ്ട് 100% ആത്മാർത്ഥതയോടെ ദൈവവചനങ്ങളെ കേട്ടു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഈ ദേവാലയത്തിൽ ആലിക്കുന്ന ദൈവമക്കൾ, ഞാൻ പറയുന്നതായ ഈ വചനങ്ങളിലൂടെ മാത്രമാണ് ചിന്തകൾ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളവർ കൈവെക്കുവാൻ പറഞ്ഞാൽ ആരെങ്കിലും കൈവെക്കുമോ? സാധിക്കുമോ? നമുക്ക് മാനുഷികമായ നമ്മളുടെ ചിന്തകളിലൂടെ ജീവിതത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ഇപ്പോഴും എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതാണ് ഈ തിരുവചനത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞത്. ശീമോൻ പത്രോസ് ക്രിസ്തുവിന് വേണ്ടി തന്റെ പടകിനെ വിട്ടുകൊടുത്തു എന്ന് നാം പഠിക്കുമ്പോൾ, ശീമോൻ പത്രോസ് ആ പടകിലിരുന്നു കൊണ്ട് ദൈവവചനം മുഴുവനായി കേൾക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ മനസ്സിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ളതായ വലിയ പ്രയാസത്തോടെ ഭാരത്തോടെ ഇരിക്കുകയാണ്. ആ ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ശീമോൻ പത്രോസിനോടാണ് കർത്താവ് പറയുന്നത്, നീ ആഴത്തിലേക്ക് വലയിറക്കുവീനെന്ന്. ഇതാണ് ദേവാലയത്തിലെ ആരാധനയ്ക്കായി ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. നാം ചോദിക്കാറുണ്ട്, ഇന്ന് നമുക്ക് TV ചാനലുകളിൽ ആരാധനകളൊക്കെ കാണുവാനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ ശാന്തതയും ആ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും നിറഞ്ഞിരിക്കുന്നതായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നാം ആ ആരാധന വീക്ഷിക്കുമ്പോൾ ആരാധനയിൽ സംബന്ധിക്കുന്ന നമുക്കേവർക്കും 100% ഏകാഗ്രതയോടെ ദൈവചിന്തയോടെ നിൽക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്നാൽ മാനുഷികമായ നമ്മുടെ ബലഹീനത നിമിത്തം നമ്മുടെ മനസ്സിൽ പല പല ഭാരങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. കുടുംബത്തെക്കുറിച്ചുള്ള ഭാരം, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ളതായ ഭാരങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലൂടെ ഞാനും നിങ്ങളും ആരാധനയിലും ദൈവവചന കേൾവിക്കുമായി കടന്നു വരുമ്പോൾ നാം ഓർക്കേണ്ടത്, ശീമോൻ പത്രോസ് ക്രിസ്തുവിനോട് ചേർന്ന് ആ പടകിൽ ആ കാൽക്കലിരുന്നപ്പോൾ തൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഒരുപക്ഷെങ്കിൽ വാക്കുകളിലൂടെ ദൈവമുമ്പാകെ ഇറക്കി വെച്ചില്ല എങ്കിൽ തന്നെയും ശീമോൻ പത്രോസിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അറിഞ്ഞ് പ്രതികരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഭാവമാണ് നാം ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധനയ്ക്കായും ദൈവവചന കേൾവിക്കുമായി നാം കടന്നു വരുമ്പോൾ
നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായ നമ്മളുടെ പ്രയാസങ്ങളെയും നമ്മുടെ ആകുലതകളെയും നമ്മളുടെ പ്രയാസങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അതിനുവേണ്ടി പ്രതികരിക്കുന്ന ജീവനുള്ളവനായ ക്രിസ്തുവിൻ്റെ മുൻപാകെയാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഈ ഒരു അനുഭവം ശീമോൻ പത്രോസിനുണ്ടായത് കൊണ്ടാണ് പത്രോസ്ലിയ ആയ ശേഷം എഴുതിയതായ തൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ യേശുതമ്പുരാന് മുൻപാകെ ഇരുന്നു കൊണ്ട് തൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കി പ്രതികരിച്ച ക്രിസ്തുവിൻ്റെ ഭാവം മനസ്സിലാക്കി ശീമോൻ പത്രോസ് പറയുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്താണ്? അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ശീമോൻ പത്രോസിനെ ഇത്തരത്തിലുള്ള പത്രോസ്ലീഹായെ ഇത്തരത്തിൽ ഒരു വാക്യം എഴുതുവാൻ ശക്തീകരിച്ച സംഭവം ഇത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ പരിശുദ്ധമായ ആലയത്തിൽ പരിശുദ്ധനായ പരിമലത്തിനുമേലുള്ള കബറിടത്തിൽ പലതരത്തിലുള്ള ആകുലതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി കടന്നു വരുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് തന്നെയാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല ചിന്തകളും സകല ആകുലതകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ആരാധനയിലൂടെയും ദൈവവചന കേൾവിയിലൂടെയും നാം തിരിച്ചറിയേണ്ടത് ഇത് തന്നെയാണ്. നാം എവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായ ഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ടതായ തക്കതായ പ്രതിവിധി നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആരാധനയിലും പരിശുദ്ധ പരിമളത്തിലുമേടെ കബറിടത്തിലുമൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നാം വിസ്മരിച്ച് പോകരുത്. ഈ വേദഭാഗത്ത് ശീമോൻ പത്രോസിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കണ്ട് അവൻ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അവന് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ടാണ് ശീമോൻ പത്രോസ്ലീഹ പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് നമ്മുടെ ചിന്താകുലതകളൊക്കെ പലപ്പോഴും പത്രങ്ങളിൽ ഇന്ന് പണ്ട് ആദ്യ പേജുകളൊക്കെ വായിക്കുമെങ്കിൽ ഇന്ന് വാണിജ്യം എന്നതായ പേജാണ്. സ്വർണത്തിന് വില കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ. ഷെയർ മാർക്കറ്റിൻ്റെ ആ ഒരു കമ്പാരിസണൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ. നമ്മുടെ ആകുലതകളൊക്കെ നാം പലപ്പോഴും ബാങ്കിലൊക്കെ നിക്ഷേപിച്ചേക്കുകയാണ്. ഇവിടെ തിരുവചനം നമ്മോട് പറയുന്നത്, ലോകം നൽകുന്നതായ സമാധാനത്തിനും ലോകം നൽകുന്നതായ ശാന്തിക്കുമൊക്കെ അപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും ശാന്തിക്കും വേണ്ടി നിങ്ങളുടെ ആകുലതകളെയെല്ലാം ദൈവം മുമ്പാകെ ഇടണമെന്നാണ് പത്രോസ്ലീഹ തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വേദഭാഗത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം ഇവ ചിന്തിക്കുന്ന പോയിന്റ്, ശീമോൻ പത്രോസിന്റെ പടകിന്റെ 3-ാമത്തെ പ്രത്യേകത അത് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. താനൊരു മുക്കുവനാണ് എന്നൊരു ഭാവമില്ലാതെ, തനിക്ക് ഈ കടലിന്റെ എല്ലാ ലഭ്യതകളെക്കുറിച്ചും അറിയാമെന്നതായ യാതൊരു ഭാവവുമില്ലാതെ, താനായിരിക്കുന്നതായ സ്ഥാനത്ത് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട്, അതാ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല, അത് വാസ്തവമാണ്, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറയുന്ന ശീമോൻ പത്രോസിന്റെ അനുഭവമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വേദഭാഗത്തിലൂടെ നാം ആഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇവിടെ ശീമോൻ പത്രോസിനോട് കർത്താവ് പറയുന്നു, നീ മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറയുന്നതോട് ചേർന്ന ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എങ്ങനെ വലയിറക്കണമെന്ന? നീ ആഴത്തിൽ വലയിറക്കണം. പത്രോസിന് തന്നിലുണ്ടായിരുന്നതായ ഒരു ഭാവത്തെ അവിടെ മാറ്റുകയാണ്. സുവിശേഷ ഭാഗങ്ങളിലൂടെ നാം ശീമോൻ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു എടുത്തുചാട്ടക്കാരനായി എന്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ചെറിയ ഭാവമുള്ളവനായ ഒരു സ്ലീഹായിട്ടാണ് നാം കാണുന്നത്. മുക്കുവനായ ശീമോൻ പത്രോസിലുള്ളതായ ഒരു ഭാവത്തെ കർത്താവ് ഇവിടെ മാറ്റുകയാണ്. ശീമോൻ പത്രോസിനോട് പറയുകയാണ്, നീ മീൻപിടുത്തത്തിന് വേണ്ടി എന്തോ ചെയ്യണം? നീ ആഴത്തിൽ വലയിറക്കണം. ശീമോൻ പത്രോസിനെ പഠിപ്പിക്കുകയാണ്, നീ ഇന്നലെ വരെ നിനക്ക് ലഭിച്ചതായ മത്സ്യങ്ങളുടെ ലഭ്യത എന്ന് പറയുന്നത് നീ കടലിന്റെ മുകൾ പരപ്പിൽ മാത്രം വലയിറക്കിയാണ് നീ ജീവിച്ചത്. നീ ഇതിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമെന്ന് കർത്താവ് ശീമോൻ പത്രോസിനെ പഠിപ്പിക്കുകയാണ്. നീ ആഴത്തിൽ മീൻപിടുത്തത്തിനായി വലയിറക്കുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആഴത്തിൽ എന്നതായ വാക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെ പ്രസക്തമാണ്. ഇന്ന് പലപ്പോഴും
ഈ ആഴമേറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ സാമൂഹിക ജീവിതങ്ങളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ആഴമില്ലായ്മയാണ്. നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പഴയ കാലങ്ങളിൽ കുടുംബ ബന്ധമെന്ന് പറയുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിനൊക്കെ വലിയൊരു ആഴമേറിയ അനുഭവം ഉണ്ടായിരുന്നു. അയൽവക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പോലും ഈ ആഴമേറിയ അനുഭവം ഉണ്ടായിരുന്നു. ഇന്നെല്ലാ ഭവനങ്ങളിലും വാഹനങ്ങളായി, മറ്റാരെയും സഹായിക്കേണ്ടതായ, മറ്റാരെയും ആശ്രയിക്കേണ്ടതായ ആവശ്യമില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നമുക്കൊരു വാക്ക് സാന്ത്വനം പറയുവാനെന്ന് ആരും കടന്നു വരുവാൻ ഇല്ലാതെ പോവുകയാണ്. അതിന് ഞാനും നിങ്ങളും തന്നെയാണ് കാരണക്കാരെന്ന് ചിന്തിച്ചു നോക്കുക. പണ്ട് കാലങ്ങളിൽ ഒന്നിച്ചിരുന്ന് അയൽവക്കത്തുള്ളവരിലൂടെ ചേർന്ന് നടത്തുന്നതായ ആഘോഷങ്ങളായാലും, അല്ലെ ചില പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവരുടെ പ്രയാസങ്ങളെ എൻ്റെ ഭവനത്തിൻ്റെ പ്രയാസമായി കണ്ടുകൊണ്ട് അതിനു വേണ്ടതായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ തയ്യാറാകുന്ന ആഴമേറിയ വ്യക്തിജീവിത ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബജീവിതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പണ്ട് കാലങ്ങളിൽ വിവാഹവും മറ്റ് ചടങ്ങുകളൊക്കെ ഒരു കുടുംബത്തിൽ നടക്കുമ്പോൾ ചാർച്ചക്കാരും അയൽവക്കക്കാരും ബന്ധുമിത്രാദികളൊക്കെ കടന്നു വന്ന് അവരവരുടേതായ സംഭാവനകളെന്ന് ഉദ്ദേശിച്ചത് കായികമായ പ്രവർത്തനങ്ങൾ ആ ഭവനത്തിൽ ചെയ്യുകയാണ്. അത് നമ്മുടെ ബന്ധങ്ങളെ കുറെ കൂടി ഊഷ്മളത ആക്കിയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിങ്ങനെയുള്ള ചടങ്ങുകളിൽ കുടുംബക്കാർ ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ ഇതെങ്ങനെയുണ്ടാകുന്നു എന്നതായ അനുഭവങ്ങളുടെ കടന്നുപോകേണ്ട കാര്യമില്ല. കാരണം ഇന്ന് വിശുദ്ധ കുർബാന സമർപ്പിച്ചതുപോലെ ഇന്ന് കാലങ്ങൾ മാറിയപ്പോൾ മനുഷ്യന്റെ സാമ്പത്തികമായി വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പഴയ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു കുടുംബങ്ങളിലും പണ്ടത്തെ പോലെ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. മനുഷ്യന്റെ സമ്പത്തുണ്ടായപ്പോൾ, സാമ്പത്തികമായ ഉന്നതി ഉണ്ടായപ്പോൾ ബന്ധങ്ങളിലെ ഊഷ്മളത പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് വിവാഹമോചനങ്ങളൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നത്. വൃദ്ധസദന കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നതിനൊക്കെ കാരണം ബന്ധങ്ങളുടെ ആഴമില്ലായ്മയാണ്. നാം ഇത് വളരെ ഭയത്തോടെ വിശകലനം ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അടുത്തൊരു തലമുറ നൽകുന്നതായ അടുത്തൊരു തലമുറ ഇത് കണ്ട് വളരുമ്പോൾ ഉണ്ടാകുന്നതായ സാമൂഹിക ജീവിതത്തിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഇന്നത്തെ തലമുറയായ ഞാൻ നിങ്ങളുമൊക്കെ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രീമോൻ പത്രോസിനോട് പറയുകയാണ്, നീ ഇന്നലെ വിളിച്ചതായ മീനുകളുടെ ലഭ്യത നീ കടൽപ്പരപ്പിന്റെ മുകൾപ്പരപ്പിൽ നിന്നുകൊണ്ടാണ് നിനക്ക് മത്സ്യങ്ങളൊക്കെ ലഭിച്ചത്. നീ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെയ്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി കുടുംബ ജീവിതങ്ങളിലും ഈ ആഴമേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെ ബന്ധങ്ങൾക്ക് ആഴമേറിയ അനുഭവം ഉണ്ടാകും. എങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഒന്ന് ആശ്വസിക്കുവാനും നമുക്കൊന്ന് താങ്ങാൻ നിൽക്കുവാനും മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വ്യക്തി കുടുംബ ജീവിതത്തിലെ ആഴമില്ലായ്മ ഇത് പലപ്പോഴും ഇന്ന് നിർഭാഗ്യവശാൽ ആത്മീയ ജീവിതത്തിലും കടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലൂടെ നമ്മോട് പറയുന്ന ഒരു ഉപമയുണ്ട്. ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്ന പരീക്ഷന്റെ ചുങ്കക്കാരന്റെ ഉപമ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നത്തെ ആത്മീയതയിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫോക്കസത്തിന്റെ ആഴമില്ലായ്മയുടെ അനുഭവത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവോട് പറയുകയാണ്, യഹൂദന്മാരുടെ പ്രാർത്ഥനാ ശൈലികൾ അവരോട് പറയുകയാണ്, അവരോട് ഈ പരീക്ഷന്റെ ചുങ്കക്കാരന്റെ ഉപമയെന്ന് പറയുകയാണ്. ഈ ഫോക്കസത്തിന്റെ ആത്മീയതയെ കുറിച്ച്, ഈ ആഴമേറിയ അനുഭവമില്ലാത്ത ആത്മീയതയെ കുറിച്ച് കർത്താവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മളെ പറയുകയാണ്. ഇന്ന് ഈ ആത്മീയതയിലും ഈ ഫോക്കസവും ഈ ആഴമില്ലായ്മയും കടന്നുകൂടിയിരിക്കുന്നു. പ്രാർത്ഥനയിൽ പോലും ഈ ആഴമില്ലായ്മ കടന്നുകൂടിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മറ്റുള്ളവർ അതെങ്ങനെ കേൾക്കുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നമ്മെ ഭരിക്കുന്ന ചിന്ത. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെങ്ങനെ കേൾക്കുന്നുവെന്നോ എന്റെ ജീവിതത്തെ കാണുന്ന ക്രിസ്തുവിനെങ്ങനെ ശ്രദ്ധിക്കുന്നുവെന്നോ എന്നൊരു ചിന്ത നമുക്കില്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എത്രമാത്രം പ്ലീസ് ചെയ്ത് ആ വ്യക്തിക്ക് വേണ്ടി ആ വ്യക്തിയെ ഉയർത്തി കാണിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ എന്നിലുണ്ടാകുന്ന ചിന്ത.
തിരിച്ചറിയുകയായിരുന്നു. ഈ ആത്മീയതയുടെ ഈ പ്രാർത്ഥനയുടെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു യുവകവി അദ്ദേഹം കവിത എഴുതുകയുണ്ടായി. അതിന്റെ സാരാംശം ഇങ്ങനെയാണ്: ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ കേട്ടില്ല. ആ കവി തന്റെ കവിതയിൽ പറയുകയാണ്, ഈ കപടത നിറഞ്ഞ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ്. ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ കേട്ടില്ല. ദൈവം വീണ്ടും എന്നോട് സംസാരിച്ചു, ഞാൻ കേട്ടില്ല. കാരണം ഞാൻ പ്രാർത്ഥനയുടെ തിരക്കിലായിരുന്നു. ദൈവം എന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥനയുടെ തിരക്കിലാണ്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നാം ഇറക്കി വെക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നവനായ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഞാൻ ഇന്നും വാതിലിൽ മുട്ടുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ ശബ്ദം ഒന്ന് കേട്ട് വാതിൽ തുറന്നാൽ. ദൈവശബ്ദത്തെ പലപ്പോഴും കേൾക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കാതെ പോവുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം നമുക്ക് നൽകുന്ന സന്ദേശം, ശബ്ദകോലാഹലങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുമ്പോൾ എവിടെയാണ് ദൈവശബ്ദമെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കാതെ പോവുകയാണ്. അവിടെയാണ് പൗരസ്ത്യ ആരാധനയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകുന്ന ഈ ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയുമായ വലിയൊരു ശക്തി. നമുക്കറിയാം, ഈ പരിശുദ്ധ കബറിടത്തിൽ കടന്നു വന്ന് അവിടെ വലിയ പ്രാർത്ഥനാ നിലവിളിയോ ഒന്നും നാം കേൾക്കുന്നില്ല. ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ശാന്തമായി നിന്നുകൊണ്ട് സംസാരിക്കുക പോലും ചെയ്യാതെ മനസ്സിന്റെ ഭാരങ്ങളെ ഈ കബറിടത്തിൽ പരിശുദ്ധനായ പരമത്തിന്മയുടെ മധ്യസ്ഥതയിൽ ഇറക്കി വെച്ച് ഞാനും നിങ്ങളും തിരിച്ചു പോവുകയാണ്. നമ്മുടെ പിതാക്കന്മാർ മൗനത്തിന് നന്നതായ വലിയ ഒരു പ്രാധാന്യമുണ്ട്. മൗനത്തിന്റെ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രാർത്ഥനാ ശക്തിയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. മൗനത്തിലൂടെ ദൈവത്തോട് സംസാരിക്കുക എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും അതത്ര നിസ്സാരമല്ല. കാരണം എത്രമാത്രം ഉച്ചത്തിൽ, എത്രമാത്രം മറ്റുള്ളവർ കേൾക്കത്തക്കവണ്ണം പ്രാർത്ഥിച്ചാലേ ദൈവവുമായുള്ള സംഭാഷണം പൂർത്തിയാകൂ എന്ന് നാം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ മൗനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, ഞാനും നിങ്ങളും ദൈവം മുമ്പാകെ മൗനം ഭജിക്കുമ്പോൾ ഞാനും നിങ്ങളും നിയന്ത്രിക്കുന്നതായ ഒരു അവയവമുണ്ട്, നമ്മുടെ ശരീരത്തിലെ ചെറിയൊരു അവയവമായ നാവ്. യാക്കോബ് ശ്ലീഹ ഈ നാവിനെ ഉപമിക്കുന്ന എന്തിനോടാണ്? തീയോടാണ്. നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ വീടുകളിലുമൊക്കെ നമ്മുടെ അമ്മമാർ അധികമായി കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് തീ എന്ന് പറയുന്നത്. എന്നാൽ ഈ തീയ് നിങ്ങൾ നിയന്ത്രിക്കുന്ന അതേ സാഹചര്യങ്ങളിൽ പലപ്പോഴും നാം കാണുന്നുണ്ട്, ഈ തീയെ നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷവശങ്ങൾ നാം കാണുന്നുണ്ട്. പിന്നെ അനേകരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ തൻ്റെ ഒരു ചെറിയ വാചകമാണ്, നാവ് ഒരു തീ തന്നെ എന്ന് പറഞ്ഞ് ആ വാക്യത്തിലൂടെ നൽകുന്ന ഒരു വലിയ ആഴമേറിയ അനുഭവമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ശരീരത്തിലെ ചെറിയ അവയവമായ ഈ നാവ് ഒരു തീയായിട്ട് എത്രയോ കുടുംബ ബന്ധങ്ങൾ ഞാനും നിങ്ങളും തകർത്തിട്ടുണ്ട്. നമ്മുടെ നാവിലൂടെ നൽകുന്നതായ സംസാരത്തിലൂടെ, നാവിലൂടെ നൽകുന്നതായ ഓരോ കമന്റുകളിലൂടെ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ഈ ആലയത്തിൽ കടന്നു വന്ന് ശാന്തമായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സിന്റെ ഭാരങ്ങളെ ദൈവം മുമ്പാകെ ഇറക്കി വെക്കുമ്പോൾ നാം ഓർത്തുകൊള്ളുക, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറയുന്നതായ വലിയ ഒരു തിരുവചനം നാം എപ്പോഴും ഓർക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ആ മൗനത്തിലൂടെ നാം നമ്മുടെ ശരീരത്തിലെ തീയായ ഈ നാവിനെ കുറേ സമയമെങ്കിലും ഒന്ന് നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെങ്കിൽ ഈ ആലയത്തിലായിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നാം ഈ നാവിന് വിശ്രമം കൊടുക്കാറുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കുകയും തിരികെ ഈ ദേവാലയത്തിൻ്റെ പടി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ നാവ് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. എത്രയോ കാര്യങ്ങളാണ് നാം സംസാരിക്കുന്നത്. യാതൊരു ബന്ധമില്ലാത്തതും യാതൊരു സത്യമില്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ നാവിനെ ഒന്ന് നിയന്ത്രിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പാപം ഒന്ന് കുറയുമെന്ന് പിതാക്കന്മാർ തിരിച്ചറിഞ്ഞു.
നമ്മുടെ വാക്കിലൂടെ സംഭവിക്കുന്നതായ പാപത്തിൻ്റെ കാഠിന്യമെന്ന് കുറയ്ക്കുവാൻ ഈ മൗനം എന്നതായ സ്വഭാവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ മൗനത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ആധ്യാത്മികതയിലെ പൊങ്ങച്ചത്തിൻ്റെയും ആഴമില്ലായ്മയുടെയും അനുഭവത്തെക്കുറിച്ചാണ്. ദൈവം മുമ്പാകെ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഇറക്കി വെക്കുമ്പോൾ ദൈവവുമായി നമുക്ക് ആഴത്തിൽ ഒരു ബന്ധമുണ്ടാകണം. നമ്മുടെ വ്യക്തി കുടുംബ ജീവിതങ്ങളിൽ ആഴമില്ലായ്മ സംഭവിച്ചതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കുക, ദൈവവുമായി എനിക്ക് ആഴത്തിൽ ഒരു ബന്ധമുണ്ടോ? എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു എന്നതൊഴിച്ചാൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ ഉരുവാക്കിയ നിമിഷം മുതൽ ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, പ്രായങ്ങളിൽ, ആയുസ്സിൽ 10, 40, 50, 60 അങ്ങനെ വ്യത്യസ്തമായ ആയുസ്സിന്റെ ദിനങ്ങളിൽ എന്നെ ഇന്ന് വരെ പരിപാലിച്ച ദൈവവുമായിട്ടുള്ള ആഴത്തിലായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധം ചില പ്രയാസങ്ങളോ രോഗങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുമ്പോൾ മാത്രമാകുന്നത് അത് നല്ലതല്ല എന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങൾ ദൈവവുമായി നാം അടുക്കണ്ട എന്നതല്ല, മറിച്ച് അല്ലാത്ത സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് ദൈവത്തോടുള്ള ഒരു ബന്ധമുണ്ടാകും. ആ ബന്ധം ആഴത്തിലുള്ളതായിരിക്കണം. എന്റെ ദൈവം എന്റെ പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലും എന്നെ വഴിനടത്തുമെന്നുള്ളതായ ചിന്ത നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ശീമോൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. വിദഗ്ധനായ മുക്കുവനാണ്. മത്സ്യം ലഭിച്ചില്ലായെങ്കിൽ അറിയാൻ മത്സ്യമില്ല എന്നുള്ളത്. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് മറികടക്കാമെന്ന് പറയുകയാണ്. നിന്നിലും യേശുവിനുള്ളതായ പ്രത്യാശ ശീമോൻ പത്രോസിന് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ പടകിലിരുന്നുകൊണ്ട് കേട്ടതായ വചനങ്ങളുടെ ഒരു സവിശേഷത കൊണ്ടായ ശീമോൻ പത്രോസ് പറഞ്ഞത്, കർത്താവേ, നിന്റെ വാക്കിന് ഞാൻ മറികടക്കാമെന്ന് പറയുന്നത്. ഈ ഒരു വിശ്വാസവും പ്രത്യാശയും നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഈ ഒരു വിശ്വാസവും പ്രത്യാശയും പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, പ്രതീക്ഷയില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ ദുരന്തമെന്ന് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പ്രത്യാശയില്ലാതെ, പ്രതീക്ഷയില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മളുടെ പഴയ തലമുറയിലെ മാതാപിതാക്കന്മാർക്ക് സാമ്പത്തികമായും രോഗങ്ങളാലും മറ്റ് പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്റെ ദൈവം എന്നെ നടത്തും. ഒരു വീട്ടിൽ 10 മക്കളുണ്ടായിരുന്നെങ്കിൽ ആ മക്കളെ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ മാതാപിതാക്കന്മാർ പട്ടിണിയോട് കഷ്ടപ്പെടുന്നുവെങ്കിൽ ആ അപ്പനും അമ്മയ്ക്ക് ഒരു പ്രത്യാശയുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ മക്കൾ വളർന്നു കഴിഞ്ഞാൽ നാളെ എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും എന്നൊരു പ്രത്യാശ ആ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഏറ്റവും വലിയ സവിശേഷമായ ഒരു ഗുണമാണ് പ്രത്യാശ, പ്രതീക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരും. അവിടെ ദൈവത്തിലുള്ളതായ ഒരു വിശ്വാസം നമ്മെ വഴി നടത്തേണ്ടിയിരിക്കുന്നു. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇന്ന് ആത്മഹത്യയുടെ പിന്നാലെ ഇന്നത്തെ തലമുറ പായുന്നത്. ഇതേ പ്രതിസന്ധികളും ഇതേ കാർഷികമായ പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും ഒക്കെ, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പഴയ തലമുറയിലും ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതൊന്ന് നേരെയാകും, എൻ്റെ ദൈവം എന്നെ വഴി നടത്തുമെന്നുള്ള പ്രത്യാശ. ഈ പ്രത്യാശയാണ് ആ തലമുറയെ നടത്തിയെങ്കിൽ ഇന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നത് ഈ ഒരു വലിയ പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളിലെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. ഏഷ്യാനെറ്റ് ചാനലിൽ മലയാളികൾ പ്രത്യേകിച്ച് വളരെ താല്പര്യത്തോടെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് കോടീശ്വരൻ എന്ന് പറയുന്നത്. 2 ഗുണമുണ്ട് കോടീശ്വരൻ കാണുമ്പോൾ. ഒന്ന്, നമ്മുടെ അറിവ് അല്പം വർദ്ധിക്കും. 2, എന്നേക്കാൾ പ്രയാസവും പ്രതിസന്ധിയും രോഗങ്ങളും ഉള്ളവർ ഈ സമൂഹത്തിലുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ദൈവം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയുവാൻ ആ ഒരു പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം
അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഇല്ലെങ്കിൽ ആ സമയത്ത് ചാനലുകളുടെ മുമ്പിലിരുന്ന് കണ്ണുനീര് പൊഴിക്കുന്ന നമ്മുടെ അമ്മമാരായിരിക്കും കൂടുതലും. അപ്പോൾ അതിനേക്കാൾ ഭേദം ഈ കോടീശ്വരൻ കാണുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളെയൊക്കെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് തിരുവനന്തപുരംകാരി ഒരു സനൂജ എന്ന് പറയുന്ന പെൺകുട്ടി മലയാളികൾക്ക് അഭിമാനമായി ഒരു കോടീശ്വരിയായി മാറിയത് നാം കാണുകയുണ്ടായി. ഞാൻ ആ പ്രോഗ്രാമിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയല്ല വന്നത്, ആ സനൂജയ്ക്ക് ലഭിച്ച പൈസയെക്കുറിച്ചും പറയുവാനല്ല, മറിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആ എപ്പിസോഡുകൾ കണ്ടവർക്കറിയാം എത്രമാത്രം പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയാണ് ആ പെൺകുട്ടി മുന്നേറിയത്. 1 കോടി രൂപ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വലിയ, ഇന്നത്തെ കാലഘട്ടത്തിലെല്ലാം കോടികളായതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ലെങ്കിലും ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കഥകൾ പറയുമ്പോൾ, തൻ്റെ ഭർത്താവുമൊത്തുള്ള തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുമ്പോൾ, എൻ്റെ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിച്ച് വഴി നടത്തുന്നു എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ സംഭവിച്ചാലും അതിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് ആ പെൺകുട്ടി നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, നല്ല നല്ല കാര്യങ്ങളെ, നല്ല നല്ല വശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ശീമോൻ പത്രോസ് തൻ്റെ നിരാശയുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിലും പറഞ്ഞു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. പലപ്പോഴും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും തകർന്നു പോവുകയാണ്. അവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ഒരു അനുഭവമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ യുവരാജ് സിംഗ് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ്റെ ജീവിതാനുഭവം നമുക്കറിയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സാധാരണ ഒരു കളിക്കാരനായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം നേടുന്ന ഓരോ റൺസുകൾക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നതിനപ്പുറമായി ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കാൻ വന്നപ്പോൾ യുവരാജ് സിംഗിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാവും കടന്നു വരികയും ആ മാതാവുമായിട്ടുള്ള ഇൻ്റർവ്യൂ മലയാള മനോരമയിൽ ഞാൻ നിങ്ങളൊക്കെ വായിക്കുകയുണ്ടായി. ആ അമ്മ പറയുകയാണ്, 27ാമത്തെ വയസ്സിൽ മരണം എന്ന ഉത്തരം മാത്രമുള്ള ക്യാൻസർ എന്ന രോഗം എൻ്റെ മകനെ പിടിച്ചു കുലുക്കിയപ്പോൾ ലോകം മുഴുവൻ വിധി എഴുതി യുവരാജ് സിംഗ് എന്ന കളിക്കാരൻ്റെ അവസാനമായി, അല്ലെങ്കിൽ ഈ കളിക്കളത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയി എന്ന്. അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ മകന് ബലം നൽകി, പ്രത്യാശ നൽകി. ഈ രോഗത്തെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് സാധിക്കുമെന്നതായ വലിയ സന്ദേശം ആ അമ്മ കൈമാറി ആ മകനെ വീണ്ടും ലോകത്തിന് നൽകുവാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ എത്തരത്തിലുള്ള രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിക്കോട്ടെ, ഞാനും നിങ്ങളും തകർന്നു പോകരുത്. നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറയുന്ന ശീമോൻ പത്രോസിന് അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ ചിലപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ കടന്നു വന്നേക്കാം. ആ നിമിഷങ്ങളിലുമൊക്കെ ദൈവമേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഒന്ന് നടപ്പാകുവാൻ തക്കവണ്ണം എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. ആ ഒരു വിശ്വാസവും പ്രത്യാശയുമാണ് ശീമോൻ പത്രോസിനെ വലിയൊരു മാറ്റത്തിലേക്ക് നയിക്കുന്നത്. ഈ വേദഭാഗത്തിൻ്റെ ആരംഭത്തിൽ മീൻപിടുത്തക്കാരനായ സാധാരണക്കാരനായ മുക്കുവനായ ശീമോൻ പത്രോസ് 11ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു മാറ്റമാണ് ആ ശീമോൻ പത്രോസിനുണ്ടാകുന്നത്. മനുഷ്യരെ പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായി ശിഷ്യഗണത്തിലേക്ക് ശീമോൻ പത്രോസ് മാറ്റപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ വാക്കിനെ ഒന്ന് കേൾക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ ഒന്ന് അനുസരിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ പടകിനെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ തയ്യാറായപ്പോൾ ശീമോൻ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണ് ഈ വേദഭാഗത്തിലൂടെ നാം കാണുന്നത്. നമുക്കൊന്ന് വിധേയപ്പെടുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഈ സ്ഥാനങ്ങളിലേക്ക്, അത് ഏത് സ്ഥാനങ്ങളിലായാലും ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നതായ ആ ഒരു പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കൊണ്ടാണ് എന്ന് പലപ്പോഴും അഭിമാനിക്കുകയും അതോടൊപ്പം തന്നെ നിർഭാഗ്യവശാൽ അഹങ്കരിക്കുകയും ചെയ്യുന്നതായി ഈ കാലഘട്ടത്തിൽ ദൈവം മുമ്പാകെ വിധേയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. വിദഗ്ധനായ മുക്കുവൻ ഇവിടെ പരാജയപ്പെട്ടപ്പോൾ, നാഥ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും
നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ആ നിന്റെ വാക്കിന് എന്ന് പറയുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവേ, ഞാൻ ഈ ലോകത്തിൽ ഈ ആയുസ്സിൻ്റെ നിമിഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇത്രത്തോളമായത് നിന്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുവാൻ, നിന്റെ മുമ്പാകെ നൽകുവാനെ കൊണ്ട് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയെന്ന് പ്രാർത്ഥിച്ച് ദൈവം മുമ്പാകെ ഞാൻ നിങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമതായി നാം ചിന്തിച്ചത് ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകത, അത് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. ഒന്നാമതായി ശീമോൻ പത്രോസിന്റെ പടക് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായി ശീമോൻ പത്രോസ്. രണ്ടാമതായി ശീമോൻ പത്രോസിന്റെ പടക് അത് ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്തതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമതായി നാം കണ്ടത് ശീമോൻ പത്രോസിന്റെ പടക് അത് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. നാലാമതായി ഒരു ചിന്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടിവരയിട്ടുകൊള്ളാം. നാലാമതായി നാം ഈ വേദഭാഗത്ത് കാണുന്നു, 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പരാജിതനായ ശീമോൻ പത്രോസിനെ ഈ വേദഭാഗത്തിന്റെ അവസാനത്തേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് വിജയത്തിലേക്ക് നടക്കുന്ന ശീമോൻ പത്രോസാണ്. നാലാമതായ ശീമോൻ പത്രോസിന്റെ പടകിന്റെ പ്രത്യേകത, അത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുന്ന പടക് ആയിരുന്നു. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുന്ന പടകായിരുന്നു ശീമോൻ പത്രോസിൻ്റെത്. ആ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നീങ്ങുവാൻ ശീമോൻ പത്രോസിനിടയായത് ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ തയ്യാറായി, ക്രിസ്തുവിലൂടെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കും പ്രയോജനകരമായി വിട്ടുകൊടുത്തു, ക്രിസ്തുവിനെ അനുസരിക്കുവാൻ തയ്യാറായി. ഈ 3 കാര്യങ്ങൾ ചെയ്തപ്പോൾ പരാജയത്തിന്റെ അനുഭവത്തിലായിരുന്ന ശീമോൻ പത്രോസിന്റെ പടക് അത് വിജയത്തിലേക്ക് നടന്നു നീങ്ങുന്നതായിട്ട് നാം കാണുകയാണ്. നമ്മുടെ ജീവിതയാത്രകളിൽ പലപ്പോഴും പരാജയത്തിന്റെ നിമിഷങ്ങൾ സംഭവിക്കാറുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നാം നമ്മെ തന്നെയെന്ന് സമർപ്പിക്കുമ്പോൾ അത് വിജയത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 11-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടവുമായി കടന്നു വരുന്ന കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് വലിയ സന്തോഷത്തിന്റെയും അത്ഭുതത്തിന്റെയും നിമിഷങ്ങളിലൂടെ ശീമോൻ പത്രോസ് വിജയത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം അവിടെയുണ്ടായി. ഇന്നലെ വരെ, ഈ നിമിഷം വരെ ശീമോൻ പത്രോസിന്റെ പടകിൽ അന്ന് ശീമോൻ പത്രോസും കൂട്ടാളികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പെരുത്ത മീൻകൂട്ടമായി സന്തോഷത്തിന്റെയും അത്ഭുതത്തിന്റെയും അഭിവൃദ്ധിയുടെയും സമയത്ത് ശീമോൻ പത്രോസിന്റെ പടകിൽ ഇന്നലെ വരെ ഇല്ലായിരുന്ന ക്രിസ്തു സാന്നിധ്യം ആ പടകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശീമോൻ പത്രോസ് പരാജിതനായി കടൽ തീരത്തേക്ക് വന്നത് ക്രിസ്തു സാന്നിധ്യം ഇല്ലാതെയായിരുന്നു. എന്നാൽ ക്രിസ്തുവുമായി ശീമോൻ പത്രോസ് ആഴങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറുമീനെ പോലും ലഭിക്കാതിരുന്നതായ ആ കടലിൽ നിന്ന് അനേക മീനുകളെയും കൊണ്ട് കൂട്ടാളികൾ വന്ന് സഹായിക്കേണ്ട വിധത്തിലേക്ക്, വലിയ അനുഭവത്തിലേക്ക് ശീമോൻ പത്രോസ് മാറ്റപ്പെടുകയാണ്. കാരണം ശീമോൻ പത്രോസിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ക്രിസ്തു സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, ആയിരിക്കുന്നതായ മേഖലകളിലൊക്കെ പലപ്പോഴും ഈ പരാജയത്തിന്റെ വഞ്ചിയുമായി തീരത്തേക്ക് നടന്നു നീങ്ങാറുണ്ട്. ജീവിതത്തിൽ പരാജയം രുചിച്ചു നോക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ പടകിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തു സാന്നിധ്യമുണ്ടോ എന്നൊന്ന് തിരിച്ചറിയുവാൻ, തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ പെരുത്ത മീൻകൂട്ടത്തിൻ്റെ അനുഭവം ഉണ്ടായത് ക്രിസ്തു സാന്നിധ്യ ബോധം ക്രിസ്തുവുമായി ആ കടലിലേക്ക് നീങ്ങിയ ശീമോൻ പത്രോസിന്റെ അനുഭവത്തിലൂടെയാണ്. അപ്പോഴാണ് ശീമോൻ പത്രോസിന് മനസ്സിലായത്, ഈ രാത്രിയിൽ വല വീശിയപ്പോൾ തനിക്കൊന്നും ലഭിച്ചില്ല, എന്നാൽ ഇന്നലെ വല വീശിയപ്പോൾ കുറെ മീനുകൾ ലഭിച്ചു. ഇന്നലെ വരെ ലഭിച്ചതായ ഈ കടലിന്റെ മുകൾ പരപ്പിലുള്ള കുറച്ച് മീനുകൾ കൊണ്ട് മാത്രം തൃപ്തിയടഞ്ഞ ശീമോൻ പത്രോസ് ദൈവ സാന്നിധ്യമായി, ക്രിസ്തു സാന്നിധ്യമായി നടന്നു നീങ്ങിയപ്പോൾ വലിയ സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വരികയാണ്. ഈ വലിയ ഒരു മാറ്റമാണ് മുഖവനായ ശീമോൻ പത്രോസ് തൻ്റെ സകലവും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമുമ്പാകെ സമർപ്പിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്.
ഇവിടെ ശീമോൻ പത്രോസ് തനിക്ക് ലഭിച്ചതായ ഈ കഴിവിനെ കൂട്ടാളികളുടെ മുമ്പിൽ തൻ്റെ കഴിവായിട്ട് എടുത്തു കാണിക്കുവാൻ ശ്രമിക്കാതെ, അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യേശു തമ്പുരാന്റെ കാൽക്കൽ വീണുകൊണ്ട് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറയുകയാണ്. അവൻ ക്രിസ്തുവിനെ തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകത അവൻ തിരിച്ചറിയുകയാണ്. തൻ്റെ പടകിലിരുന്നു കൊണ്ട് വലിയ പുരുഷാരത്തോട് ദൈവവചനം പറഞ്ഞ ഈ ദൈവപുത്രനെ ശീമോൻ പത്രോസ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു, നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ ഇത് തൻ്റെ കഴിവാണെന്ന് എടുത്തു കാണിക്കുവാൻ വേണ്ടിയല്ല, ഇത് ക്രിസ്തു മുമ്പാകെ സമർപ്പിക്കപ്പെട്ടത് കൊണ്ട് നേടിയതാണ് എന്നത് ഈ പത്രോസ് തിരിച്ചറിയുകയാണ്. എങ്കിലും അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള, അവന്റെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട് ശീമോൻ പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറയുകയാണ്. ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ, ദൈവം മുമ്പാകെ ഞാനും നിങ്ങളും പല അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുവാൻ, ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നുവല്ലോ എന്നൊന്ന് ചിന്തിക്കുവാൻ, നിന്റെ മുൻപാകെ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല എന്ന് തിരിച്ചറിയുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതയാത്രകളിൽ പരാജയത്തിൻ്റെ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഇന്നലെ വരെയുള്ളതായ നമ്മുടെ ജീവിതയാത്രകളിലെ കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ, തീർച്ചയായും അവിടെ ക്രിസ്തു നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു എന്നോടും നിങ്ങളോടും ഒപ്പം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങളോ ജീവിതത്തിൽ പ്രതിസന്ധികളോ രോഗങ്ങളോ ഇല്ല എന്ന് അല്ല സന്ദേശം. മറിച്ച് ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും രോഗങ്ങളും വന്നാലും എനിക്ക് ആശ്വാസമായി, എനിക്കൊരു സഹായമായി, എനിക്ക് സമാധാനമായി എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ളതായ ആ ഒരു ധൈര്യം നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു സാന്നിധ്യം പ്രയാസങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, രോഗങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല, കഷ്ടതകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. മറിച്ച് ഈ കഷ്ടതകളിലും ഈ പ്രയാസങ്ങളിലും ഈ രോഗങ്ങളിലും എന്നെ ശക്തനാക്കുവാൻ എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ശീമോൻ പത്രോസൻ പരാജയത്തിലൂടെ നടന്നതായ പടക് വളരെ സന്തോഷത്തോടെ, വളരെ അഭിവൃദ്ധിയോടെ, സമാധാനത്തോടെ വിജയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ശീമോൻ പത്രോസിൻ്റെ പടകിനെ നാം കാണുകയാണ്. ഇവിടെ ശീമോൻ പത്രോസിന് ഉണ്ടായ വിജയം എന്ന് പറയുന്നത്, ശീമോൻ പത്രോസ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് മാറി എന്നുള്ളതാണ്. ശീമോൻ പത്രോസ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് ഒരു മാറ്റമുണ്ടായപ്പോഴാണ് ഈ വിജയം ശീമോൻ പത്രോസിന് ഉണ്ടായത്. ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നതായ മേഖലകളിൽ, ഞാനും നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതിലേക്ക് വളരുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ ഗന്നസരേത്ത് തടാകത്തിൻ്റെ കടൽ തീരെ നടന്നതായ ഒരു സംഭവം. മുഖവനായ ശീമോൻ പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ നിരാശയോടെ തീരത്തേക്ക് നടന്നു നീങ്ങുന്ന ശീമോൻ പത്രോസ് 11-ാം വാക്യത്തിൽ നാം കാണുന്നു, സർവവും ഉപേക്ഷിച്ച് യേശു തമ്പുരാന്റെ പിന്നാലെ പോകുന്ന ശീമോൻ പത്രോസ് തൻ്റെ പടകിനെയും തനിക്ക് ലഭിച്ചതായ മത്സ്യത്തെയും ഇന്ന് ലഭിച്ചതായ വളരെ ചെറുതായ സന്തോഷത്തേക്ക് കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ, അനശ്വരമായ സന്തോഷത്തിന് പിന്നാലെ ഓടിപ്പോകുന്ന ശീമോൻ പത്രോസിനെയും കൂട്ടാളികളുടെയും മാറ്റമാണ് നാം ഇവിടെ കണ്ടത്. നാം ധ്യാനിച്ചത് ശീമോൻ പത്രോസിൻ്റെ പടകിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ശീമോൻ പത്രോസിൻ്റെ പടക് ഈ വേദഭാഗത്ത് പ്രതിദാനം ചെയ്യുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങളുടെ തീരത്തിലൂടെ മാത്രം ഞാനും നിങ്ങളും സഞ്ചരിക്കുമ്പോൾ ആ വിജയ തീരത്തേക്ക് നടന്നു നീങ്ങണമെങ്കിൽ ആ 4 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്നാമതായി, ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ നമുക്ക് തയ്യാറാകണം. ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നെങ്കിൽ മാത്രമേ ആ സ്വർഗീയമായ അത്താഴത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ വാതിൽ തുറന്നാൽ എന്നാണ് പറയുന്നത്.
പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ സാധിക്കണം. രണ്ടാമതായി നാം കണ്ടു, ക്രിസ്തുവിന് വേണ്ടി അത് തുറന്നു കൊടുത്തപ്പോൾ ശീമോൻ പത്രോസ് മറ്റുള്ളവർക്കും ഉപകാരികളായി മാറി. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവം നൽകുന്നതായ ആയുസ് 10, 30, 50, 60 എത്ര വർഷമായാലും ആ ദൈവം നൽകുന്നതായ ആയുസ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ തുറന്നു കൊടുക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്കും ഉപകാരിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയും എൻ്റെ ജീവിതത്തെ മാറ്റുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായി, ശീമോൻ പത്രോസിൻ്റെ പടക് ക്രിസ്തുവിനെ അനുസരിക്കുന്ന പടകായിരുന്നു. പ്രയാസങ്ങളിലും പ്രതിസന്ധികളും നിരാശയുടെ മധ്യത്തിലും താനെന്ന ഭാവം അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വിദഗ്ധനായ മുക്കുവനാണ് എന്നുള്ള ചിന്തയൊക്കെ വിസ്മരിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് എന്ന് പറയുന്നതായ ശീമോൻ പത്രോസ്, ക്രിസ്തുവിനെ അനുസരിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാകുമ്പോൾ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ ക്രിസ്തുവിലുള്ളതായ പ്രത്യാശ നമ്മെ ഭരിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും ദൈവത്തിലുള്ളതായ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഈ ദൈവം എന്നെ ശക്തനാക്കും എന്നുള്ളതായ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുള്ളു മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിച്ച പൗലോസ് ശ്ലീഹായുടെ കർത്താവ് നൽകുന്നതിന് മറുപടിയുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഈ ദൈവകൃപയെ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നേരിടുമ്പോഴും എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ദൈവശബ്ദത്തെ തിരിച്ചറിയുവാനെ കൊണ്ട് നമുക്ക് സാധിക്കണം. അതിന് നാം ക്രിസ്തുവിനെ അനുസരിക്കുവാൻ തയ്യാറാകണം. ഈ 3 കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ, നാലാമതായി നാം കണ്ടത്, ഇന്നലെ വരെ ഇല്ലാതിരുന്ന ക്രിസ്തു സാന്നിധ്യമായി, ക്രിസ്തുവുമായി ശീമോൻ പത്രോസിന്റെ പടക് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ, സമൃദ്ധിയോടെ തീരത്തേക്ക്, വിജയതീരത്തേക്ക് നടന്നു നീങ്ങുന്നതായി നാം കാണുകയാണ്. നമ്മുടെ ജീവിതയാത്രകളെ ക്രിസ്തുവിൻ്റെ മുൻപാകെ തുറന്നു കൊടുക്കുവാനും, ആ ക്രിസ്തു എന്നോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ രാത്രിയുടെ യാമങ്ങളിലും ഒക്കെ അധ്വാനിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കഷ്ടപ്പെട്ടിട്ടും യാതൊരു പ്രതിഫലം ലഭിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവസാന്നിധ്യ ബോധം നമ്മിലുണ്ടെങ്കിൽ, ആ ദൈവവുമായി ഞാനും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം നമ്മെ ശക്തീകരിക്കും, ബലപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്രകാരം ശീമോൻ പത്രോസ്, മുക്കുവനായ ശീമോൻ പത്രോസിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് മാറ്റപ്പെട്ട ആ വലിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ ദൈവം ഭാഗം നയിപ്പിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ദൈവമായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകണമേ. ശീമോൻ പത്രോസിനെ പോലെ പകലന്തിയോളം രാത്രിയുടെ യാമങ്ങളിൽ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത നിരാശയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങൾ ഞങ്ങളിലുണ്ടായിട്ടുണ്ട്. അതാ സാഹചര്യങ്ങളിലൊന്നും ദൈവസാന്നിധ്യം ഞങ്ങളോടെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുണ്ടാകണമേ. നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളുമാകുന്ന ഓളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ യാത്രയിൽ തമ്പുരാനെ നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.